ആ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് IAS പോലൊരു സർവീസിൽ കയറാം. MBBS പാസ്സായി. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ സർവീസ് ഉണ്ട്. 8 സർവീസുണ്ട്. മിലിറ്ററി മെഡിക്കൽ സർവീസ്, റെയിൽവേ മെഡിക്കൽ സർവീസ്, റെയിൽവേ മെഡിക്കൽ ലബോറട്ടറി സർവീസ്, റെയിൽവേ എഡ്യൂക്കേഷൻ സർവീസ്. 8 സർവീസാണ്. നിങ്ങൾ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ IAS പോലൊരു സർവീസിലാണ്. നിങ്ങൾ BTech പാസ്സായി, നിങ്ങൾക്ക് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എഴുതാം. പാസ്സായാൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് പണിയെടുക്കുകയാണ്, നിങ്ങൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസാണ്. നമ്മുടെ പ്രിയങ്കരനായ മെട്രോ ശ്രീധരൻ, പാലക്കാട്ടുകാരന്, 23 വയസ്സിലായാൽ എഞ്ചിനീയറിംഗ് പാസ്സായി. അദ്ദേഹം ഡൽഹി മെട്രോ പണിഞ്ഞു, അദ്ദേഹം ബാംഗ്ലൂർ മെട്രോ പണിഞ്ഞു. റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയ മനുഷ്യൻ നമ്മൾ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു കൊച്ചിൻ മെട്രോ പണിയാൻ വേണ്ടി. വലിയ വലിയ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടിയിൽ എഞ്ചിനീയർ നമ്മുടെ പേര്. 10,000 കൊല്ലം കഴിഞ്ഞ് ആർക്കിയോളജിസ്റ്റുകൾ കുഴിച്ച് ചെല്ലുമ്പോൾ ഒരു കല്ല് കാണും, അതിനകത്ത് നമ്മുടെ പേര്. ഉദ്ഘാടനം ശ്രീമതി സോ കളക്ടർ. ചെട്ടിയുളങ്ങര ദേശത്ത് ആരെ ആ സമയത്ത് ഓർക്കത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ പേര് കിടക്കുക അതിൻ്റെ മണ്ടയ്ക്ക്. അവിടെയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. എക്കണോമിക്സ് പഠിച്ച ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ കയറാം. സ്റ്റാറ്റിക്സ് പഠിച്ച ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ സർവീസിൽ കയറാം. ജിയോളജി പഠിച്ച ഇന്ത്യൻ ജിയോളജി സർവീസിൽ കയറാം. അങ്ങനെ 10 സർവീസ്. അതിലൊരു സർവീസാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. IASൻ്റെ പ്രിലിമിനറി പാസ്സായാൽ ശാസ്ത്ര വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പോകാൻ പറ്റുള്ളൂ. ഏതാണ്? ഫോറസ്റ്റ് സർവീസിൽ പോകാൻ പറ്റും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, മറൈൻ സയൻസസ്, വെറ്റിനറി സയൻസസ്, ഇങ്ങനെയുള്ള 10 ഡിഗ്രി എടുക്കണം എങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കയറാം. വനത്തെ സംരക്ഷിക്കാം, പ്രകൃതിയെ സംരക്ഷിക്കാം, ചക്കക്കൊമ്പൻ്റെ അരിക്കൊമ്പൻ്റെയും പുറകെ ഓടാം. ഇങ്ങനെ പല പല പരിപാടികളാണ്. ഫോറസ്റ്റ് സർവീസ് 10 സർവീസ്, പ്രൊഫഷണൽ സർവീസ്. ഇനി 4-മത്തത് പ്രസ്റ്റീജിയസ് സർവീസ്. ചില സർവീസിന് ഭയങ്കര പ്രസ്റ്റീജാണ്. റിസർവ് ബാങ്ക് ഓഫീസർ പരീക്ഷ പാസ്സായി കയറിയ നമ്മൾ റിസർവ് ബാങ്കിൽ ഓഫീസറാവും. 15 കൊല്ലം കഴിയുമ്പം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനുള്ള റിസർവ് ബാങ്കിൻ്റെ ഡയറക്ടറാവും. കയറി പോയി റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണർ വരെ എത്താം. ഭയങ്കര പ്രസ്റ്റീജ് ജോലിയാണ്. പിന്നെ 12ാം ക്ലാസ് കഴിയുമ്പം NDAയുടെ പരീക്ഷയ്ക്ക് വേണം. നല്ല നീളവും വീതിയുള്ളവരാണെങ്കിൽ NDAയുടെ പരീക്ഷ എഴുതാം. പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ വേണം. ശ്വാസം അങ്ങോട്ട് എടുത്ത് 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വികസിക്കണം. അങ്ങനെയുള്ളവർക്ക് NDAക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം പരേഡ് ഗ്രൗണ്ട് ഇറങ്ങി പരേഡ് എന്ന് പറഞ്ഞാൽ 1000 പേര് കേൾക്കണം. അതിന് ചെസ്റ്റിന് വലിപ്പമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുമോ? മുള്ളിക്കൊണ്ടിരുന്ന തന്നെ മിലിറ്ററി ഓഫീസറാക്കാൻ പറ്റുമോ? വെടിയുടെ ഇടയ്ക്കാണ് പറയുന്നത്, അങ്ങോട്ട് വെടിവെക്കടാ ഇങ്ങോട്ട് വെടിവെക്കടാ. പാസ്സായാൽ 17 വയസ്സിൽ പാസ്സായാൽ 21 വയസ്സാകുമ്പോൾ ക്ലാസ് 1 ഓഫീസർ. ക്ലാസ് 1 IAS IPS തുല്യ പരീക്ഷയാണ്. ഈക്വലൻസാണ്. സെക്കൻഡ് ലെഫ്റ്റനൻ്റ് കയറി ലെഫ്റ്റനൻ്റായി, ക്യാപ്റ്റനായി, മേജറായി, ലെഫ്റ്റനൻ്റ് കേണലാവുമ്പോൾ കളക്ടറുടെ SP-യുടെയും തുല്യനാണ്. പിന്നെ കേണലായി ബ്രിഗേഡിയർ ആവുമ്പോൾ 1 സ്റ്റാറുള്ള DIGക്ക് തുല്യനാണ്. പിന്നെ പ്രൊമോഷൻ ലെഫ്റ്റനൻ്റ് കമാൻഡർ ആവുമ്പോൾ IGയെ പോലെ 2 സ്റ്റാറാണ്. പിന്നെ ജനറൽ ആവുമ്പോൾ 3 സ്റ്റാറുള്ള DGയുടെ തുല്യനാണ്. പ്രസ്റ്റീജിയസ് സർവീസ്. NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി, IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. 12ാം ക്ലാസ് കഴിഞ്ഞാൽ ISROയുടെ സയൻറ്റിസ്റ്റ് പരീക്ഷ തരണം. ISRO പാസ്സായാൽ ഇന്ത്യ ഗവൺമെൻറ് നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യും. നിങ്ങളെ ട്രെയിൻ ചെയ്ത് ഭാവിയിലെ APJ അബ്ദുൽ കലാമോ, ഭാവിയിലെ ട്രസിയോ, ആലപ്പുഴക്കാർ ട്രസിയോ അതുപോലൊക്കെ ആവും. ഇപ്പോൾ ലൂണാർ ചന്ദ്രനിലിറങ്ങി. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചില്ലേ? 10 തൊട്ട് അഭിമാനം. എബിൻ, എൻ്റെ പെങ്ങളുടെ മോളെ കിട്ടിയ പയ്യനാണ് ഈ എബിൻ. 17 വയസ്സിൽ ISROയുടെ ടെസ്റ്റ് പാസ്സായി. 21 വയസ്സായപ്പോൾ ക്ലാസ് 1 സയൻറ്റിസ്റ്റായി. ഇപ്പോൾ 28 വയസ്സേ ഉള്ളൂ. 28 വയസ്സുള്ള പയ്യനാണ് ലൂണാർ ഡിസൈൻ ചെയ്ത 4 പേരിൽ ഒരാൾ. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും പറ്റും. സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച് ISROയുടെ സയൻറ്റിസ്റ്റ് പരീക്ഷ പാസ്സാകണം. കേന്ദ്ര ഗവൺമെൻറ് ചെലവിൽ ഭാവിയിലെ APJ അബ്ദുൽ കലാമോ ടെസിയൊക്കെ നിങ്ങൾക്ക് മാറാം. 12ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ കേംബ്രിഡ്ജിൻ്റെ സയൻറ്റിസ്റ്റ് പരീക്ഷ എഴുതണം. പാസ്സായാൽ 2.5 കോടി രൂപ സ്കോളർഷിപ്പോട് കൂടി നിങ്ങളെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും കൊണ്ടുപോകും. നിങ്ങളുടെ ആഹാരം, താമസം, പഠിത്തം എല്ലാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വഹിച്ചോളും. അവസാനം
ലോകപ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനായി നിങ്ങൾ തിരിച്ചു വരും. ലോകം അറിയുന്നൊരു ശാസ്ത്രജ്ഞനെ തിരിച്ചു വരും. ബാങ്ക് മാനേജർ പരിശോധനം പാസ്സായാൽ നിങ്ങൾ ബാങ്ക് മാനേജരാണ്. IAS IPS അവിടെ തുല്യ ശമ്പളം. ഞങ്ങളൊക്കെ വെയിലത്ത് കിടന്ന് ജോലി ചെയ്യേണ്ടി വരും. നിങ്ങളോ എയർ കണ്ടീഷൻ മുറിക്കകത്ത് കയറി സുഖം പരിപാടി അവിടെ ഇരിക്കുകയാണ് ബാങ്ക് മാനേജരായിട്ട്. ഞങ്ങളൊന്നും സ്വപ്നം കാണാത്ത കുറേ അലവൻസ് ഉണ്ട് ബാങ്കുകാർക്ക്. ഫർണിച്ചർ അലവൻസ്. വീട്ടിൽ അലമാരിയോ കസേരയോ വാങ്ങിച്ചാൽ ബാങ്ക് പൈസ തരും. കാർ വാങ്ങിക്കണോ? കാർ ലോൺ കിട്ടും. ഞങ്ങളൊക്കെ ലോൺ എടുത്ത 10%, ബാങ്കിൽ ഓഫീസർ ലോൺ എടുത്ത 4%. 10 ലക്ഷം രൂപ ലോൺ എടുത്ത ആ ഗഡുവിൽ തന്നെ 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭമാണ്. ടൂർ അലവൻസ്. ഭാര്യയും മക്കളെയും കൂട്ടി കാശ്മീർ കാണാൻ പോവാണ്. പൈസ ബാങ്ക് തരും. ടൂർ അലവൻസ്. വീട് വെക്കണോ? 4% പലിശയ്ക്ക് വീട് വെക്കാൻ ലോൺ തരും. സുഖം പരിപാടി. 25 കൊല്ലം കൊണ്ട് വീട്ടിയാണ്. 16 അലവൻസാണ്. ഒരു കാര്യത്തിൽ മാത്രം പിന്നെ നിങ്ങൾ കോടീശ്വരാവണമെന്ന് ജാതകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് 1 കോടി ഉണ്ടാക്കണ്ട. നിങ്ങൾ ചെട്ടികുളങ്ങര ബാങ്ക് കയറി മാനേജറായിട്ട് ഇരുന്നാൽ ചെട്ടികുളങ്ങരക്കാർ അവിടെ ക്ഷേത്രവും നാട്ടുകാരൊക്കെ ഇട്ടിരിക്കുന്നതിന് 500 കോടി രൂപയാണ്. അതിൻ്റെ മണ്ടക്കറി കോടീശ്വരനോ കോടീശ്വരി ഏട്ടങ്ങ് ഇരിക്കുക വല്ലവൻ്റെ പൈസയുടെ മണ്ടക്കോട്ട് കോടീശ്വരിയാണ്. ഇതാണ് ബാങ്ക് മാനേജർ. ഒരു കാര്യത്തിൽ വ്യത്യാസമുള്ളൂ. ഞങ്ങളെയൊക്കെ നാട്ടുകാർ കാണുമ്പോൾ സാറേ എന്ന് വിളിക്കാം. പക്ഷേ ബാങ്ക് മാനേജർ വരുന്ന കസ്റ്റമറെല്ലാം സാറേ എന്ന് വിളിച്ചോണില്ലേ അവൻ പൈസയും വിട്ടുകൊണ്ട് പോവും. അപ്പോൾ ആരാരെ സാറെന്ന് വിളിക്കുന്നു, അതിൽ വ്യത്യാസമുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കി ബെസ്റ്റ് പണിയാണ് ബാങ്ക് മാനേജറുടെ പണി. പിന്നെ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജോലി ടീച്ചർ. ടീച്ചിങ് ഈസ് ദ ഗ്ലോറിയസ്റ്റ് ഓഫ് ഓൾ പ്രൊഫഷൻസ്. ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങളെ സാറ് വിളി നിൽക്കും. എന്നെ അലക്സാണ്ടർ ജേക്കബ് സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് പലരും ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബേ എന്നാക്കി മാറ്റി. അധികാരം കയ്യിലില്ലല്ലോ, ഇനി സാറൊന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് പരിപാടി. പക്ഷേ സാറന്മാർ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ നമ്മൾ റിട്ടയർ ചെയ്താലും സാറൊന്നേ വിളിക്കുകയുള്ളൂ. ഞങ്ങളെ മാർഗവൺസ് കോളേജ് ഇംഗ്ലീഷ് പഠിപ്പിച്ചൊരു നാരായണൻ നായർ സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 84 വയസ്സായി. 2 കൂട്ടുകാർ അദ്ദേഹത്തെ കാണാൻ പോയി. അവന്മാരെന്നെ വിളിച്ചു, അലക്സ ഞങ്ങൾ നാരായണൻ സാറിനെ കാണാൻ പോയി, ആരോഗ്യമായിട്ടിരിക്കുന്നു കേട്ടോ, റിട്ടയർ ചെയ്ത് 28 വർഷമായി. അപ്പോഴും സാറെന്ന് നമ്മൾ വിളിക്കുകയുള്ളൂ. കഴിഞ്ഞ കൊല്ലം നാരായണൻ സാറിന് 100 വയസ്സ് പൂർത്തിയായി. സെഞ്ചുറി തികച്ചിട്ട് അദ്ദേഹം മരിച്ചു. ഞാൻ ഹൈദരാബാദിലായിപ്പോയി, എനിക്ക് പോകാൻ പറ്റിയില്ല. ശവദാഹം കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ വിളിച്ചു, അലക്സ് എവിടെ പോയി അലക്സ്, നാരായണൻ സാർ മരിച്ചു അറിഞ്ഞില്ലേ? ഞാൻ ഹൈദരാബാദിലായിപ്പോടേന്ന് പറഞ്ഞു. നാരായണൻ സാറിൻ്റെ ശവദാഹം ഇന്നലെ ആയിരുന്നു. ഒരുപാട് കുട്ടികൾ വന്നിരുന്നു കേട്ടോ നാരായണൻ സാറിൻ്റെ ശവദാഹത്തിന്. നാരായണൻ സാർ മരിച്ച് ശരീരം പട്ടടയെ വെച്ച നാരായണൻ സാർ ഭസ്മമായി. ഭസ്മത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്നറിയാമോ? നാരായണൻ നായർ സാറേന്ന്. റിട്ടയർ ചെയ്താലും ചത്ത് കഴിഞ്ഞാലും സാറേന്ന് വിളിക്കുന്ന ഭൂമിയിൽ ഒരൊറ്റ പണിയേ ഉള്ളൂ. അതാണ് ടീച്ചിങ് പ്രൊഫഷൻ. ഒരു ടീച്ചർ ഒരു സർവീസിൽ 10,000 കുട്ടികളെ പഠിപ്പിക്കും. 20